എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം വളരെ റെലവൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പ്രമേഹം കൊണ്ടുണ്ടാവുന്ന ഉപദ്രവങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്ന ഒരു ക്ലിനിക്കൽ കണ്ടീഷൻ. കേരളത്തിലെ ഈ അടുത്ത് അൺഒഫീഷ്യലായിട്ട് വന്നിട്ടുള്ള കണക്കുകൾ പറയുന്നത് ഒരു 35-50 ഇടയ്ക്കുള്ള ആൾക്കാരെ ഒരു കണക്കെടുത്തു കഴിഞ്ഞാൽ എല്ലാ 15 മുതൽ 20 ആൾക്കാരുടെ ഇടയിൽ ഒരാളെങ്കിലും പ്രമേഹ രോഗിയായിരിക്കും എന്നുള്ളതും 2 മുതൽ 4 പേർക്ക് വരെ പ്രമേഹ രോഗം വരാൻ സാധ്യതയുള്ള ഒരു സംസ്കാരത്തിലൂടെയാണ് നമ്മൾ കടന്നു പോണേ എന്നുള്ളതാണ്. ശരിക്കും ഈ ഒരു ഇൻസിഡൻസ് റേറ്റ് എന്ന് പറയുന്നത് വളരെ അലാർമിംഗ് ആണ്. മാത്രമല്ല, പ്രമേഹത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രമേഹം ഒരു പ്രാവശ്യം ഒരാളുടെ ലൈഫിലേക്ക് ഒരു രോഗം എന്നുള്ള രീതിയിൽ കടന്നുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ അയാളുടെ കൂടെ നിന്ന് തുടർന്ന് പല പ്രശ്നങ്ങളും ഫ്യൂച്ചറിൽ ഉണ്ടാക്കാവുന്ന ഒരു രീതിയിലുള്ള അസുഖം കൂടെയാണ്. ആയുർവേദം പ്രമേഹം എന്ന് പറയുന്ന ഒരു സ്പെക്ട്രം ഓഫ് ഡിസീസിനെ മഹാരോഗങ്ങളിലാണ് ഉൾപ്പെടുന്നത്. അതുതന്നെ സഹജ പ്രമേഹം എന്നുള്ളതും അപഥ്യനിമിത്ത പ്രമേഹം, അതായത് സഹജം എന്ന് പറയുന്നത് ശരിക്കും ഇപ്പോൾ കണ്ടംപററി ആയിട്ട് ടൈപ്പ് 1 ഡയബറ്റീസ് എന്നുള്ളതും അപഥ്യനിമിത്തജ പ്രമേഹം എന്ന ശാസ്ത്രത്തിൽ പറയണത് ടൈപ്പ് 2 ഡയബറ്റീസുമായിട്ട് നമുക്ക് നേരിട്ടിട്ട് കോറിലേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പ്രമേഹം എന്ന് പറയുന്ന ആയുർവേദം കാണുന്ന ഒരു സ്പെക്ട്രം ഓഫ് ഡിസീസിന്റെ മേജർ കണ്ടന്റ് അല്ലെങ്കിൽ മേജർ പ്രശ്നം എന്ന് പറയുന്നത് പ്രഹർഷേണ മേഹയതി എന്നാണ് പറയുന്നത്. അതായത് മൂത്രം അധികം പോവുക എന്നുള്ളത്. അതിൻ്റെ കൂടെ കൈകാലുകളിൽ തരിപ്പ്, ക്ഷീണം, ദാഹം മുതലായ ലക്ഷണങ്ങളെല്ലാം ഒരു വ്യക്തിക്ക് വരുമ്പോഴാണ് അതൊരു പ്രമേഹ രോഗത്തിലേക്ക് ആ സ്പെക്ട്രത്തിലേക്ക് വരുന്നത്. പക്ഷെ രോഗം അങ്ങോട്ട് പോകുമ്പോൾ തന്നെ പല രീതിയിലുള്ള ഉപദ്രവങ്ങൾ പ്രമേഹ രോഗികൾക്ക് വരാം. ഇന്നത്തെ മോഡേൺ സയൻസ് പറയുന്ന ഒരു മേജർ 3 രീതിയിലുള്ള പ്രമേഹ ഉപദ്രവങ്ങൾ എന്ന് പറയുന്നത് ഡയബറ്റിക് ന്യൂറോപ്പതി, റെറ്റിനോപ്പതി, നെഫ്രോപ്പതിയാണ്. അപ്പം അതിൽ ന്യൂറോപ്പതി എന്ന് പറയുന്ന ഒരു ക്ലിനിക്കൽ കണ്ടീഷനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബിക്കോസ് പ്രമേഹം തുടർച്ചയായിട്ട് കൺട്രോൾഡ് അല്ലാതെ നിൽക്കുകയും ബ്ലഡ് ഷുഗറിൻ്റെ ഹയർ ആയിട്ടുള്ള ഒരു ലെവല് ഓവർ എ പീരിയഡ് ഞരമ്പുകളെ ബാധിച്ചിട്ട് രോഗിക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഡയബറ്റിക് ന്യൂറോപ്പതിയുടെ ലക്ഷണമായിട്ട് പറയണത്. അതായത് അതിൽ ലക്ഷണങ്ങളായിട്ട് എന്തൊക്കെയാ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലിലും കൈകളിലും, അതായത് പ്രത്യേകിച്ചിട്ട് ഈ കൈപ്പത്തിയിലും കാൽപാദങ്ങളിലും തരിപ്പ് വരിക, മുളക് അരച്ച് തേച്ച പോലെ വളരെ തീവ്രമായിട്ടുള്ള ബേണിംഗ് സെൻസേഷൻ ഉണ്ടാവുക, ചെരുപ്പ് അറിയാതെ തന്നെ സിവിയർ ആയിട്ടുള്ള കണ്ടീഷനിൽ ഊരിപ്പോവുക, തന്നെത്താൻ ചെരുപ്പ് ഇടാൻ ബുദ്ധിമുട്ടായിരിക്കുക, സ്ട്രെയിറ്റ് ആയിട്ട് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക, കുറച്ചൊരു കണ്ടീഷൻ വേഴ്സ് ആവുമ്പോൾ ഞരമ്പുകളെ ബാധിച്ച് അങ്ങോട്ടേക്ക് എത്തുമ്പോൾ തന്നെ നടക്കുമ്പോൾ ബാലൻസ് ഇല്ലാതെ ഇരിക്കുക. ഇങ്ങനെ ഡയബറ്റിക് ന്യൂറോപ്പതി തുടക്കം മുതൽ അത് അഡ്വാൻസ് ചെയ്യും തോറും രോഗിക്ക് അവസാനം നടക്കുന്നത് വളരെ ബുദ്ധിമുട്ടാവുന്ന രീതിയിലേക്കുള്ള ഒരു കണ്ടീഷനായിട്ട് മാറാം. അത് എത്ര മരുന്ന് കഴിച്ച് കൺട്രോളിൽ നിൽക്കുവാണെങ്കിൽ പോലും ഓവർ എ പീരിയഡ് ഇത്തരം ലക്ഷണങ്ങളിൽ ഒരാളുടെ പ്രായം കൂടുന്തോറും കണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് എന്തായാലും ആയുർവേദത്തിന് ഫലപ്രദമായിട്ടുള്ള ചികിത്സ കൊടുക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ബിക്കോസ് ആയുർവേദത്തിന്റെ റോള് പ്രമേഹ ചികിത്സയിൽ നമ്മൾ 2 ലെവലായിട്ടാണ് പലപ്പോഴും കാണാറുള്ളത്. ഒന്ന് പ്രിവെന്റീവ് ആസ്പെക്ട്, ഒന്ന് ക്യൂറേറ്റീവ് ആസ്പെക്ട് എന്നുള്ളത്. പ്രിവെന്റീവ് ആസ്പെക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ആർക്കാണോ പ്രമേഹം വരാൻ സാധ്യതയുള്ളത്, അതായത് ഇപ്പോൾ ഒരു അച്ഛൻ അമ്മ അവർക്ക് പ്രമേഹമുണ്ട്, അവരുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് സെഡൻറ്ററി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ്, വ്യായാമമൊന്നും ഇല്ലാതെ ഭക്ഷണം കഴിക്കുക, ഇരിക്കുക, അങ്ങനെ ഒരു സെഡൻറ്ററി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഉണ്ട്. ഇവർക്കൊക്കെ പ്രമേഹം വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പ്രമേഹം വന്ന് തുടങ്ങിയ ഒരു സ്റ്റേറ്റസിൽ തന്നെ അതിനെ ഫർദർ പ്രോഗ്രസ് ചെയ്യാതെ കംപ്ലീറ്റ് റിവേഴ്സലിനുള്ള തുടക്കം തന്നെ നമുക്ക് കിട്ടുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് പഞ്ചകർമ്മ ചികിത്സകൾ ചെയ്തിട്ട് കംപ്ലീറ്റ് റിവേഴ്സലിനുള്ള പോസിബിലിറ്റി ഉണ്ട്. രണ്ടാമത് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ പ്രിവെന്റീവ് ആസ്പെക്ട് കഴിഞ്ഞ് ക്യൂറേറ്റീവ് ആസ്പെക്റ്റിൽ
ഓൾറെഡി പ്രമേഹം വന്ന് ഈവൻ അലോപ്പത്തിക് മെഡിക്കേഷൻസ്, മെറ്റ്ഫോമിൻ മുതലായ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും ഫർദർ പ്രശ്നങ്ങൾ വരാതെ രീതിയിൽ ആയുർവേദ ഇന്റർവെൻഷൻസിനെ സഹായിക്കാൻ പറ്റും. അത് മാത്രമല്ല, ന്യൂറോപ്പതി പോലത്തെ പ്രോഗ്രസീവായി നിൽക്കുന്ന ഈ പറയുന്ന ഞരമ്പുകളെ ബാധിക്കുന്ന പ്രശ്നത്തിന് ഫലപ്രദമായിട്ട് നമുക്ക് ചികിത്സകൾ നൽകാനും പറ്റും. അപ്പൊ അതില് ഈ പറഞ്ഞ പോലെ എങ്ങനെയാണ് നമുക്ക് ചികിത്സ നിശ്ചയിക്കുക എന്ന് പറയണത്, ഡെഫിനറ്റ്ലി ഓരോ രോഗിയിലുമുള്ള നമ്മുടെ ആയുർവേദിക് ടെനറ്റ്സ് ഉണ്ട് അസസ് ചെയ്യാനുള്ളത്. അത് ദോഷം, ധാതു എന്ന് പറയുന്ന ചില ഫങ്ഷണലും സ്ട്രക്ചറലും ആയിട്ടുള്ള എലിമെന്റ്സ്, അത് ആ പർട്ടിക്കുലർ വ്യക്തിയിൽ എന്താണോ ബാധിച്ചിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുകയും പ്രമേഹം എന്ന് പറയുന്നത് ഏത് ലെവൽ അല്ലെങ്കിൽ ഏത് സിവിയറിറ്റി വരെ രോഗിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഡോക്ടർ നിശ്ചയിക്കുകയും ചെയ്തതിന് ശേഷം പല സ്പെസിഫിക് ആയിട്ടുള്ള ചികിത്സകളാണ് ഇതിന് നൽകി വരുന്നത്. അതിൽ ചില സ്പെഷ്യൽ ആയിട്ടുള്ള വസ്തി, അതായത് തെറാപ്യൂട്ടിക് എനിമ, ചില സ്പെഷ്യൽ മെഡിസിൻസ് എല്ലാം മിക്സ് ചെയ്തിട്ട് എനിമ മലദ്വാരത്തിലൂടെ ഉള്ളിലേക്ക് കലക്കി കയറ്റി ബോഡിയിൽ ഡീടോക്സിഫിക്കേഷൻ നടത്തുന്ന ഒരു പ്രൊസീജിയറാണ് എനിമ. അതുപോലെ തക്രധാര, അതായത് ചില സ്പെഷ്യൽ മെത്തഡോളജിയിൽ മോരിൽ ചില മരുന്നെല്ലാം ഇട്ട്, കടുക്ക മോര്, മുത്തങ്ങ മോര് എന്ന് മുതലായ ചില മരുന്നുകൾ ഇട്ട് കാച്ചി എടുത്തിട്ടുള്ള മോര് പ്രത്യേക രീതിയിൽ നെല്ലിക്ക കഷായം എല്ലാം ചേർത്ത് തലയ്ക്ക് ധാര ചെയ്തിട്ട് നമ്മൾ പൊതുവെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഒരുപാട് വികാരങ്ങളെ സപ്പോർട്ടീവായിട്ട് ഫലപ്രദമായിട്ട് ചികിത്സിക്കുന്ന രീതിയാണ് തക്രധാര. അത് മുതലായ പാൽ കഷായം കൊണ്ടുള്ള ധാര, നമ്മളത് ക്ഷീരധാര എന്ന് പറയും. ചിറ്റമൃത്, വയൽ ചുള്ളി, കോകിലാക്ഷം മുതലായ ചില സ്പെഷ്യൽ ആയിട്ടുള്ള മരുന്നുകൾ പാൽ കഷായം ഉണ്ടാക്കിയിട്ട് അത് ദേഹത്ത് ധാര ചെയ്യുക. ഇതെല്ലാം ഓരോ രോഗിയുടെ കണ്ടീഷൻ അനുസരിച്ചിട്ട് ചെയ്തു വരുന്ന ചികിത്സാക്രിയകളാണ്. ഇതെല്ലാം ചെയ്ത് ഓരോ പീരീഡ് നമ്മൾ തുടർന്ന് പോകുമ്പോൾ രോഗിക്ക് ഉണ്ടാവുന്ന ന്യൂറോപ്പത്തിക് സിംറ്റംസ്, അതായത് ബേണിംഗ് സെൻസേഷൻ, ബേണിംഗ് പെയിൻ, പുകച്ചില്, മുളകരച്ചത്, ചുറുമ്പരിക്കുന്ന പോലത്തെ ബുദ്ധിമുട്ടുകൾ എല്ലാം മാറുകയും ഈ പറയുന്ന പോലെ നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് നടത്തം കുറേയും കൂടി ബാലൻസോട് കൂടി നടക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജ് വരെ നമുക്ക് എത്താൻ പറ്റാറുണ്ട് എന്നുള്ളതാണ്. അതിന് ഏറ്റവും കൂടുതൽ നമുക്ക് ഏർലിയർ ദി ഇന്റർവെൻഷൻ, എത്രയും പെട്ടെന്ന് നമ്മൾ ചികിത്സ തുടങ്ങുന്നു അത്രയും നമുക്ക് ഫലപ്രദമായിട്ട് അവിടെ റിസൾട്ട് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാ. ഇതിൽ ഒരു കാര്യം കൂടി എടുത്തു പറയാനുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിന്റെ വൈദ്യ പാരമ്പര്യത്തില് പ്രമേഹത്തെ ചികിത്സിച്ചിരുന്നതും പ്രമേഹത്തിന്റെ പ്രിവെന്റീവ് ആസ്പെക്ട്സിനെ ശ്രദ്ധിച്ചിരുന്നതിന്റെ ഒരു ടെക്നിക്കൽ മെത്തഡോളജി എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ തലയ്ക്കെണ്ണ എന്നുള്ള പ്രയോഗം കൂടിയാണ്. ഈ കാലത്ത് തലയ്ക്ക് എണ്ണ തേക്കുക എന്ന് പറഞ്ഞാൽ പലപ്പോഴും മുടി വളരാനുള്ള ഒരു സാധനം മാത്രമായിട്ട് മാറുന്ന ഒരു കാലഘട്ടത്തില് തലയ്ക്ക് എണ്ണ തേച്ചുകൊണ്ട് ശരീരത്തിൽ ഉണ്ടായിരുന്ന ഒരുപാട് വികാരങ്ങളെ ഇല്ലാതെ ആക്കുന്ന ഒരു തെറാപ്യൂട്ടിക് സംസ്കാരം നമുക്കുണ്ടായിരുന്നു. മിഷോ ക്ഷീരാദി, ബല ഗുളൂച്ചിയാദി, അസന ഏലാദി, അസന മഞ്ചിഷ്ടാദി മുതലായ കുറെ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള മരുന്ന് ഇട്ട് കാച്ചിയ എണ്ണയോ വെളിച്ചെണ്ണയോ തലയ്ക്ക് തേച്ചുകൊണ്ട് കാലിലെ പുകച്ചിലെല്ലാം കുറയ്ക്കുന്ന ചികിത്സാ രീതി തലയ്ക്കെണ്ണയിലൂടെ നമ്മൾ പ്രമേഹ രോഗികൾ ഫലപ്രദമായിട്ട് ചികിത്സിച്ച് വരുന്നതുമുണ്ട്. അപ്പൊ തലയ്ക്കെണ്ണ പ്രയോഗം മുതലായ പല കാര്യങ്ങളും ചെയ്തിട്ട് ഡയബറ്റിക് ന്യൂറോപ്പത്തിൽ ഒരുപാട് ഗുണകരമായിട്ട് രോഗിയുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യാനുള്ള സാധ്യത ആയുർവേദത്തിനുണ്ട്. അപ്പോൾ ഈ ആയുർവേദത്തിന്റെ സാധ്യത നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും പ്രയോജനപ്രദമാവട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. നമസ്കാരം.